ഹലോ ഗേയ്സ്, ഈ സ്പോർട് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. T1 പ്ലെയർ BGIS നിന്നും ബാക്ക് ഓഫ് ചെയ്തിരിക്കുകയാണ്. ഗംല ബോയ് ആണ് വസിഷ്ഠ സ്പോർട്സ് നിന്നും ലെഫ്റ്റ് ആയിക്കൊണ്ട് BGIS നിന്നും ബാക്ക് ഓഫ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ആലോചിക്കുക, ടൂർണമെന്റിന്റെ പകുതിക്ക് വെച്ചിട്ടാണ് ആ ഒരു ടീമിലെ മെയിൻ പ്ലെയർ ലെഫ്റ്റ് ആയിട്ട് പോയിട്ടുള്ളത്. റീസണും കാര്യങ്ങളൊന്നും ഫുള്ളി ഇപ്പോൾ പറഞ്ഞിട്ടില്ല. എന്തായാലും ടീംമേറ്റ് ആയിട്ടുള്ള പുക്കാർ ഇതിനെതിരെ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാ സ്റ്റോറിയിലൂടെ. അതിൽ പറയുന്നത് ഗംലാബോയ് പോയത് ഗംലാബോയുടെ ഡിസിഷൻ ആണ്, അതിൽ ഞങ്ങൾക്ക് ഒന്നുമില്ല, അത് നല്ലതോ മേ ബി നല്ലതായിരിക്കാം അല്ലെങ്കിൽ ബാഡായിട്ട് ബാധിച്ചേക്കാം. പക്ഷേ ഈ ഒരു ടൂർണമെന്റ് BGS രജിസ്റ്റർ ചെയ്ത് ടൂർണമെന്റ് കളിച്ച് പകുതി ആയപ്പോഴേക്കും ടീമിൽ നിന്ന് ലെഫ്റ്റ് ആയി പോകുന്നത് ഭയങ്കര ഒരു അൺപ്രൊഫഷണൽ അൺഎത്തിക്കലായിട്ടുള്ള കാര്യമാണ്. ഇനി ആദ്യം തന്നെ ടീമിന്റെ കൂടെ സിങ്ക് ആവാൻ പറ്റുന്നില്ലെങ്കിൽ BGS രജിസ്റ്റർ ചെയ്ത് മാച്ചുകൾ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ കളിക്കേണ്ട ആവശ്യമില്ല, ആദ്യം തന്നെ പോയാൽ മതിയായിരുന്നു. ഇങ്ങനെ ലാസ്റ്റ് നിമിഷത്തിലേക്ക് നിൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലായിരുന്നു പുക്കാറിന്റെ ആ ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു. നിങ്ങൾ ആലോചിച്ചൊക്കെ, ടൂർണമെന്റ് തുടങ്ങി ഇത്രയും മാച്ചുകൾ കഴിഞ്ഞിട്ട് ടീമിൽ നിന്നും ഇറങ്ങി പോവാന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു അൺപ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു രീതിയാണ്. കാരണം ഇനി പുതിയൊരു പ്ലെയറിനെ ടീമിലേക്ക് കൊണ്ടുവരാനോ കാര്യങ്ങളോ ഒന്നും പറ്റില്ല. അപ്പോൾ ആ ഒരു ടീം ഫുള്ളി അടിയിൽ പോയി എന്നുള്ള രീതിയിലേക്ക് പോവുകയാണ്. അതും ഒരു T1 പ്ലെയർ, ഇത്രയും നോളജ് ഉള്ള ഒരു പ്ലെയർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഒരു മോശമായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്തായാലും ഗംല ബോയ് ഇനി വസിഷ്ഠ സ്പോർട്സിന്റെ ഭാഗമാവില്ല. വസിഷ്ഠ സ്പോർട്സിന്റെ പെർഫോമൻസ് ആണ് ഈ ഭയങ്കര ഒരു ഡൗൺഫാൾ ആണ്. ഏറ്റവും ലാസ്റ്റ് ആണ് ഗ്രൂപ്പ് ബിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ആ പെർഫോമൻസ് ഇല്ലാത്തതുകൊണ്ടും പ്ലെയർ തമ്മിലുള്ള ആ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ കാരണമാണോ ഗംല ബോയ് പോയതെന്നും നമുക്കറിയില്ല. എന്തായാലും നമുക്ക് ഗംല ബോയുടെ റീസൺ എന്തെങ്കിലും കാണുകയാണെങ്കിൽ നമുക്ക് വരുന്ന ദിവസങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. എന്തായാലും ഇനി അവരുടെ ഫിഫ്ത്ത് പ്ലെയർ ആയുള്ള ടപ്പ ആയിരിക്കും ഇനി ആ ഒരു ടീമിന്റെ കൂടെ കളിക്കാൻ പോകുന്നത്. ഇനി പെർഫോമൻസ് എങ്ങനെയായിരിക്കും നമുക്ക് കണ്ടു തന്നെ അറിയാം. ആൻഡ് നമ്മളെ BGIS ദ ഗ്രൈൻഡിന്റെ ഇവരുടെ ഗ്രൂപ്പ് ബിയുടെ ഡേ 3 മത്സരങ്ങൾ ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് മാച്ച് വൈസ് ഡീറ്റെയിൽസിലേക്ക് നോക്കുകയാണെങ്കിൽ, മാച്ച് 1 തന്നെ ട്രോയ് തമിഴൻസ് 8 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നർ സ്വന്തമാക്കിയാൻ, മാച്ച് 2 ടീം റാവണ് 6 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറും സ്വന്തമാക്കി. നമ്മൾ ഇൻസൈൻ അവിടെ 10 ഫിനിഷ് പോയിന്റോട് കൂടി നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു. ഞാൻ മാച്ച് 3 റാവണ്ട ഒരു ബാക്ക് ടു ബാക്ക് ചിക്കൻ ഡിന്നർ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഇത്തവണ 8 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് അവർ സ്വന്തമാക്കിയത്. ഇവിടെയും നമ്മൾ ഇൻസൈന് ആ ഒരു സെക്കൻഡ് പൊസിഷനിലേക്ക് എത്തി 11 ഫിനിഷസോട് കൂടിയിട്ട്. നാലാമത്തെ മാച്ചിൽ സർക്കാർ ഗെയിമിംഗ് 11 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറും സ്വന്തമാക്കി. അഞ്ചാമത്തെ മാച്ചിൽ വസിഷ്ഠയുടെ ഒരു മച്ച് നീഡ് പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. 10 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് അവർ സ്വന്തമാക്കിയത്. ഇവിടെയും ഇൻസൈൻ ആ ഒരു സെക്കൻഡ് പൊസിഷനിലേക്ക് എത്തി 11 ഫിനിഷ് പോയിന്റോട് കൂടിയിട്ട്. ലാസ്റ്റ് മാച്ചിൽ സില്ലി 13 ഫിനിഷോടുകൂടിയുള്ള ആ ഒരു ചിക്കൻ ഡിന്നറും സ്വന്തമാക്കി. അങ്ങനെ ഡേ 3 അവസാനിച്ചപ്പോൾ നമ്മുടെ മല്ലൂർഗായുള്ള നോണക്സ് TSW നോണക്സ് തന്നെയാണ് ഒരു ടോപ്പിൽ നിൽക്കുന്നത്. ഇന്നലെ വെറും 28 പോയിന്റ് ടീം സ്വന്തമാക്കിയിട്ടുള്ളെങ്കിലും 132 പോയിന്റ് ആയിട്ട് ആ ഒരു ടോപ്പ് പൊസിഷനിൽ തന്നെ ടീം നിൽക്കുന്നുണ്ട്. സെക്കൻഡ് ജസ് ജലിയുടെ ടീമാണ് നിൽക്കുന്നത് 129 പോയിന്റ് ആയിട്ട്. തേർഡ് സില്ലി നിൽക്കുന്നുണ്ട് 122 പോയിന്റ് ആയിട്ട്. ഇൻസൈന് നല്ലൊരു കംബാക്ക് കാഴ്ചവെച്ചു. 14ാം സ്ഥാനത്ത് നിന്നും 8ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നലെ 64 പോയിന്റാണ് ടീം സ്വന്തമാക്കിയത്. 2-3 മാച്ചുകൾ ആ ഒരു സെക്കൻഡ് പൊസിഷനിലേക്ക് ടീമിന് എത്താനായിട്ട് സാധിച്ചു. അങ്ങനെ ടോട്ടൽ 108 പോയിന്റ് ആയിട്ട് 8ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. ആൻഡ് ഗോഡ്സ്ട്രെയിന് 10ാം സ്ഥാനത്താണ് നിൽക്കുന്നത് 101 പോയിന്റ് ആണ്. അപ്പം ഗോഡ്സ്ട്രെയിൻ ആ ഒരു ടോപ്പ് 3യിലേക്ക് എത്തണമെങ്കിൽ ഇനി നല്ലൊരു പെർഫോമൻസിന്റെ ആവശ്യകത ഉണ്ട്. ഈ ഒരു ഗ്രൂപ്പിന്റെ ഏറ്റവും ലാസ്റ്റ് ഡേ ആണ് ഇന്ന് വരുന്നത്. ടോപ്പ് 8 ടീമുകൾ BGISന്റെ റൗണ്ട് 4ലേക്കും ബാക്കി ബോട്ടം 8 ടീമുകൾ റൗണ്ട് 3ലേക്കുമാണ് പോകുന്നത്. അപ്പം ഗോഡ്സ്ട്രെയിൻ മാക്സിമം ആ ഒരു ടോപ്പ് 8ലേക്ക് എത്താനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ മാച്ചുകൾ നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക. ഈ ഒരു ഗ്രൂപ്പിന്റെ ലാസ്റ്റ് ഡേ ആണ് ഇന്ന് വരുന്നത്. ആൻഡ് നമ്മളെ BGISന്റെ റൗണ്ട് 1 മത്സരങ്ങൾ ഓഫ് സ്ട്രീം ആയിട്ട് നടക്കുന്നുണ്ട്. ഒഫീഷ്യൽ ഇവന്റ് വന്നു കഴിഞ്ഞാൽ അവിടെ ഹാക്കേഴ്സ് മസ്റ്റ് എന്നുള്ള രീതിയിൽ ഇപ്പൊ BGIS റൗണ്ട് 1ലും നമുക്ക് ഹാക്കേഴ്സിനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരുപാട് ക്ലിപ്പുകൾ ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. റണ്ണിങ് വെഹിക്കിളിൽ പ്ലെയറിനെ കാണാതെ പ്ലെയറിനെ ഷൂട്ട് ചെയ്തിടുകയും ലോങ് റേഞ്ചിൽ പ്ലെയറിനെ കാണാതെ മരത്തിന്റെ ഇടയിൽ കൂടെ ഷൂട്ട് ചെയ്തിടുന്ന ക്ലിപ്പുകളൊക്കെ ഇപ്പോൾ വൈറലായി നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടൂർണമെന്റ് നടക്കുമ്പോൾ തന്നെ ലൈവ് ബാൻ ആയിട്ട് പോകുന്ന പ്ലെയർ നോട്ടിഫിക്കേഷൻ പ്ലെയർ ബാൻഡ് എന്ന് പറഞ്ഞിട്ട് വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. റൗണ്ട് 1ലാണ് ഇപ്പോൾ ഇത് നടക്കുന്നത്. അതും ഓഫ് സ്ട്രീം ആയിട്ട് നടക്കുന്നതുകൊണ്ട് നമ്മളധികം അറിയുന്നില്ല ഇനിയും എത്രത്തോളം ഹാക്കേഴ്സ് ക്വാളിഫൈ ആയി റൗണ്ട് 2ലേക്ക് വരും എന്നുള്ളത് അതിശയം തന്നെയാണ്. ഇപ്പൊ പിന്നെ ആരും വലിയ രീതിയിൽ അത് വില കൊടുക്കില്ല. ഇനി T1 ടീമുകൾ വരുമ്പോഴാണ് ഇത് വലിയൊരു ഇഷ്യൂലേക്ക് മാറുന്നത്. BGMA വന്ന സമയത്തും ഹാക്കേഴ്സ് ഉണ്ട്, ഇപ്പോഴും ഹാക്കേഴ്സ് ഉണ്ട്. 3 വർഷത്തിലും ഹാക്കേഴ്സിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു ഇമ്പ്രൂവ്മെന്റും ക്രാഫ്റ്റിന്റെ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല എന്നാണുള്ളത് ഇതിനുള്ള വലിയൊരു ഉദാഹരണം എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം എന്തായിരിക്കും ഇതിന്റെ അവസ്ഥ എന്നുള്ളത്. എന്തായാലും റൗണ്ട് 1 മത്സരങ്ങൾ ഈ മാസം 23-ാം തീയതി
കഴിയുന്നതായിരിക്കും. അതിനുശേഷം 27 റൗണ്ട് 2 മത്സരങ്ങൾ കാണാനായിട്ട് സാധിക്കും. അത് നമുക്ക് ലൈവ് സ്ട്രീം ആയിട്ട് തന്നെ യൂട്യൂബിൽ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഏതൊക്കെ മല്ലു ടീമുകൾ ഈ ഒരു റൗണ്ട് 2ലേക്ക് ക്വാളിഫൈ ആയെന്ന് നമുക്ക് അപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, നിങ്ങൾ അപ്പോൾ കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോസ് വരുന്നവരെ ബൈ ഗൈസ്.